വെൽക്കം ബാക്ക് ടു മായ സെമി കിച്ചൺ. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പൊതിച്ചോറാണ്. നമ്മുടെ പൊതിച്ചോറിന് വേണ്ടിയിട്ടുള്ള എല്ലാ വിഭവങ്ങളും ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്തെടുത്തത്, ഈസിയായിട്ട് എങ്ങനെ പഴയ രീതിയിലുള്ള ഒരു പൊതിച്ചോറ് നമുക്ക് റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിനായിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പിൽ വെക്കാൻ പോവുകയാണ്. ആദ്യം നമുക്ക് അതിന് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണമല്ലോ. പയർ വെച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്, നമ്മുടെ ലോങ് ബീൻസ് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ പണ്ട് നമുക്ക് സ്കൂളിലൊക്കെ അമ്മമാരിങ്ങനെ എല്ലാവരും ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത് പയർ മെഴുക്കുവരട്ടി അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി. പയർ ഇതേപോലെ നീളത്തിൽ എറിഞ്ഞ് അതിൻ്റെ അകത്തുള്ള സീഡൊക്കെ എടുത്തിട്ട് ഇതിനകത്ത് ഇടുന്നുണ്ട്. പിന്നെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമ്മളതിനകത്തോട്ട് ഇനി അതിനുള്ള സവാള ഇട്ട് കൊടുക്കുകയാണ്. സവാള ഒരു പച്ചമുളക് 2 പച്ചമുളകും കൂടെ കീറിയിട്ട് നമ്മളതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. നിങ്ങളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ, സാധാരണ പോലെ തന്നെ. പിന്നെ വെച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മളതിനെ ഒന്ന് ഇളക്കി അടച്ച് വെക്കണം. അടച്ച് വെച്ച് ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. പച്ചക്കറിയല്ലേ, അപ്പോൾ അതിനകത്ത് വിഷാംശം ഉണ്ടെങ്കിലൊക്കെ നമ്മൾ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും. അതിനൊരു കളറും പിന്നെ വിഷാംശമൊക്കെ ഒന്ന് പോകാനായിട്ട്. അങ്ങനെ നമ്മുടെ മെഴുക്കുവരട്ടി എണ്ണ റെഡി ആയിട്ടുണ്ട്. ഈ പരുവത്തിനാക്കിയാൽ നമ്മുടെ പൊതിച്ചോറിന് പറ്റിയ പാകമാണിത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കി എടുക്കണം. നമുക്കിതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. പൊതിച്ചോറിന് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി നല്ലതായിരിക്കുമേ, കോമ്പിനേഷൻ നല്ലതായിരിക്കും. ഇവിടെ ആർക്കും അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞങ്ങളിത് പയറെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ട് നമുക്കിനി അടുത്തതായിട്ട് നമുക്ക് കടുമാങ്ങ ഉണ്ടാക്കാം. പൊതിച്ചോറിന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കടുമാങ്ങ. അതിനകത്തോട്ട് നമ്മൾ തലേദിവസമേ ചിലപ്പം അരിഞ്ഞ് വെച്ചാൽ നല്ലതായിരിക്കും. ചില ദിവസങ്ങളിൽ ഞാൻ തലേദിവസം അരിഞ്ഞ് വെക്കും, ചിലപ്പോൾ അന്നേരം തന്നെ ഉണ്ടാക്കിയെടുക്കും. ചെറുതായിട്ട് അരിഞ്ഞ മാങ്ങ ഇച്ചിരി ഉപ്പിട്ട് വെച്ചേക്കുക. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേന് കുറേ വെള്ളം അതിനകത്ത് വരും, ഉപ്പിൻ്റെ വെള്ളം ഇറങ്ങി വരും. എന്നിട്ട് നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഏറെ വെളിച്ചെണ്ണ വേണമെങ്കിൽ ഏറെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1-1.5 സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് 2 വറ്റൽമുളക് ഇട്ട് കൊടുത്ത് നമ്മുടെ സിമ്പിളായിട്ടുള്ള കടുമാങ്ങ എങ്ങനെ ഉണ്ടാക്കുന്നത് അത്. അപ്പം വറ്റൽമുളക് ഇട്ട് കൊടുത്ത് ഇച്ചിരി കടുക് ഇട്ട് കൊടുത്ത് പിന്നെ അതിനകത്തോട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 കഷ്ണം വെളുത്തുള്ളി ഇടാം. ഞാൻ ഇച്ചിരി കറിവേപ്പില ഇടും. പിന്നെ അതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം. മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് ചെറുതിനെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് നമുക്കൊന്ന് വെച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് നമുക്ക് അതിനൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കി അതിനൊന്ന് മൂപ്പിക്കണം. തീ കുറച്ചിട്ട് വേണം ചെയ്യാൻ, ഒത്തിരി കരിഞ്ഞു പോവല്ലേ, തീ കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മളിതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ഉപ്പ് ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്ന മാങ്ങയിലുള്ള ഉപ്പിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അത് മാത്രം മതി നമുക്കിതിന്. അപ്പോൾ നമ്മൾ അതിനെല്ലാം മൂത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇച്ചിരി ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഉലുവ പൊടിച്ചത് പൊടിച്ചതുണ്ടല്ലോ, വറുത്ത് പൊടിച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഞാനൊരു ചെറിയ മാങ്ങ എടുത്തേക്കുന്നത്, അപ്പോൾ അതിന് ആവശ്യമേ ഉള്ളൂ. 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂണേ ആവശ്യമുള്ളൂ ഉലുവപ്പൊടിയും കായപ്പൊടിയും കൂടെ. അപ്പോൾ കായപ്പൊടിയും ഒക്കെ ഇടുമ്പോൾ നല്ല മണമായിരിക്കും ആ കടുമാങ്ങയ്ക്ക്. അപ്പോൾ അങ്ങനെ ഇട്ട് നമ്മൾ സിമ്പിളായിട്ടുള്ള കടുമാങ്ങ അങ്ങനെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന വെള്ളത്തോടു കൂടിയുള്ള ആ മാങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. നിങ്ങൾക്ക് അത് ഇച്ചിരി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ കടുമാങ്ങ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് പണ്ടൊക്കെ അമ്മമാരിട്ടിരുന്ന വേഗം ചോറ് കൊണ്ടുപോകാനായിട്ട് തലേന്നൊക്കെ വേഗം പിറ്റേന്നത്തേക്കിന് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കടുമാങ്ങയാണിത് കേട്ടോ. അതിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ അങ്ങനെ നമ്മുടെ കടുമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്തതായിട്ട് മീനിൻ്റെ ഇതിലിട്ട് കിടക്കാം. ഞാൻ മത്തിയാണ് എടുത്തിരിക്കുന്നത്. അയില വേണമെങ്കിൽ യൂസ് ചെയ്യാം. പൊതിച്ചോറ് പണ്ടൊക്കെ മിക്കവാറും മത്തി അയിലയൊക്കെ തന്നെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്തൊരു ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വരിഞ്ഞെടുത്തതാണ്. അതിനകത്തോട്ട് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് അതിനാവശ്യമുള്ള എരിക്കുകയുള്ളൂ. നമ്മളിനി കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിനാവശ്യം ഞാനൊരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ മുളക് പൊടി. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മത്തി വറക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മെയിനായിട്ടൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കുരുമുളക് പൊടി. എന്നിട്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്കതിനെ പുരട്ടി ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച്, ഒരു മയം വെള്ളം കൂടി ഒഴിച്ച് നമുക്കതിനെ ഒന്ന് പുരട്ടി എടുക്കാം. പുരട്ടി ഇച്ചിരി നേരം വെച്ചേക്കണം. ഞാൻ വെച്ചേക്കുന്നൊന്നും കാണിക്കുന്നില്ല ഇതിനകത്ത്. ഇച്ചിരി നേരം ഒന്ന് വെച്ചിരുന്നാൽ ഒന്ന് പിടിച്ചിരിക്കും. എന്നിട്ട് നമ്മൾ ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു ഇരുമ്പ് ചട്ടി അടുത്ത് വെച്ചിട്ട് മീനത് കുറച്ച് നേരം പുരട്ടി വെച്ചിട്ട് നമ്മൾ അതിനകത്ത് എണ്ണയിലോട്ട് ഇടുകയാണ്. ഇരുമ്പ് ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇടുകയാണ്. അങ്ങനെ നമ്മുടെ മീൻ വറുക്കാനിട്ടിട്ടുണ്ട്. ഇനി അത് നമുക്ക് വറുത്തെടുക്കാം. 2 സൈഡ് തിരിച്ചിട്ട് സാധാരണ പോലെ തന്നെ വറുത്തെടുക്കാം. തീ ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാൻ പാടില്ല കേട്ടോ, വേഗം കരിഞ്ഞു പോകും. അങ്ങനെ നമ്മുടെ മീനിൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്.
നമ്മളിനി അതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്ത് അടുത്ത ഭാഗം കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ റെഡി ആയിരിപ്പുണ്ട്. നമുക്കിനി ചമ്മന്തി ഉണ്ടാക്കാം. അതിനായിട്ട് കട്ടിച്ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് തേങ്ങ മിക്സിയിലെടുത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി, കുറച്ച് കളറിനും ഒരു ചെറിയ ഒരു എരിക്ക് മാത്രം മുളക് പൊടി ചേർക്കുക. നമ്മൾ സാധാരണ ദോശയ്ക്ക് ഉണ്ടാക്കുന്ന ചമ്മന്തിയുടെ കൂട്ട് തന്നെ 2-3 ചുവന്നുള്ളി ചേർക്കുക. അതിനകത്തോട്ട് ഒരു പച്ചമുളകും കൂടെ ചേർക്കുക. കാന്താരി മുളക് ഉണ്ടെങ്കിൽ 4-5 അതാണ് നല്ലത്. അപ്പം പച്ചമുളക് ഒരെണ്ണം ചേർക്കുക. അത് കഴിഞ്ഞ് കുറച്ച് നമ്മുടെ പിഴുപുളിയില്ലേ, അത് ചെറിയൊരു ഇതായിട്ട് ചേർക്കുക. എന്നിട്ട് ഇച്ചിരി ഉപ്പും ചേർക്കുക. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ 2-3 കറിവേപ്പില ചേർക്കുക. ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതിനെ അരച്ചെടുക്കാം. വെള്ളം തൊടാതാണ് നമ്മളിത് അരയ്ക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കിയിട്ട് കൊടുത്ത് വേണം അരയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ കട്ടിച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ വേണം നമ്മുടെ പൊതിച്ചോറിനുള്ള ചമ്മന്തി ഇരിക്കാൻ. ഇങ്ങനെ അരയ്ക്കണം. ലൂസായിട്ട് അരച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊതിച്ചോറെന്നുള്ള ആ ഒരു രീതിയിൽ അതിനകത്ത് സെറ്റാവില്ല. അതിന് 2 കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുത്താൽ നല്ലൊരു മണമായിരിക്കും. നമുക്ക് അടുത്തതായിട്ട് ഒരു മോരുകറി, തട്ടിക്കൂട്ട് മോരുകറി. നമുക്ക് ചെറിയ ഡബ്ബയിലൊക്കെ അമ്മമാർ തന്നു വിടത്തില്ലായിരുന്നു, അതിനായിട്ടുള്ള ഒരു മോരുകറി. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുക. തൈര് ഒഴിച്ച് കൊടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം നമ്മൾ കേട്ടോ. ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു കളറിൻ്റെ ഒരു ഇച്ചിരി ആവശ്യമുള്ള നമ്മുടെ തട്ടിക്കൂട്ട് മോരുകറിക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു കളറിന് വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിനെ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ തട്ടിക്കൂട്ട് മോരുകറിയുടെ ഇതായിട്ടുണ്ട്, മോരെല്ലാം ആയിട്ടുണ്ട്. അതിനകത്ത് ഇച്ചിരി ജീരകപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ തേങ്ങ അരച്ചുള്ള മോരുകറി ആയിരുന്നെങ്കിൽ നമ്മൾ ജീരകം തേങ്ങയുടെ ഇച്ചിരി അരയ്ക്കുമല്ലോ, അതുകൊണ്ട് ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇച്ചിരി ഉലുവപ്പൊടി ഇട്ട് കൊടുക്കും. മോരുകറിക്ക് ഉലുവപ്പൊടി അത്യാവശ്യമാണ്. നമ്മൾ സാമ്പാറിനെ പോലെ തന്നെ ഉലുവപ്പൊടി ഇച്ചിരി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ചട്ടി അടുപ്പ് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് വറുത്ത് നമുക്കതിനെ ഇനി മോര് കാച്ചിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ മോരുകറി നമുക്ക് എപ്പോഴും അമ്മമാരൊക്കെ ചെറിയ ഒരു ഡബ്ബ കാണും നമ്മുടെയൊക്കെ വീടുകളിൽ. അതിങ്ങനെ നമുക്ക് സ്കൂളിൽ തന്നു വിടും. നമ്മൾ ചെറിയ കടുക് ഇട്ട് വറ്റൽമുളക് ഇട്ട് ചുവന്നുള്ളി ഇട്ട് നമ്മൾ തന്നെ സാധാരണ പോലെ കടുക് വറുത്തെടുക്കുകയാണ്. കടുക് വറുത്തിന് നമ്മൾ മോര് കാച്ചുന്നതിന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെറിയൊരു കടുക് വറുപ്പ്, ഇച്ചിരി കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കും. എന്നിട്ട് അങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നമ്മുടെ മോരിനെ അങ്ങോട്ട് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് കടുകൊക്കെ മൂത്ത് കഴിയുമ്പോൾ ഒരു ഇച്ചിരി മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മുടെ മോര് കറിയുടെ മേളിലൊരു റെഡിഷ് ആയിരിക്കാനായിട്ട് കളർഫുള്ളായിട്ടൊരു മോര് കറി ആയിക്കോട്ടെ. അപ്പോൾ ചിലരൊക്കെ ചെയ്യും ഇങ്ങനെ, ചിലർ ചെയ്യത്തില്ല. അപ്പോൾ നമ്മളിതുപോലെ ചൂടാക്കാതെ ഒത്തിരി തീ ഇടാതെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാകുമ്പോൾ ഓഫ് ചെയ്യും. അങ്ങോട്ട് നമ്മുടെ വാഴയില കണ്ടില്ലേ, ആ നടുക്കുള്ള ആ ഭാഗം നമ്മൾ വാട്ടണം. ഇത് ഞങ്ങൾക്ക് ഇവിടെ വളരെ ഇളം വാഴയിലയാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് പൊതിച്ചോറ് കെട്ടാൻ. നമ്മുടെ നാട്ടിൽ ഇച്ചിരി കട്ടിയുള്ള ഇല കിട്ടത്തില്ല, നമുക്ക് കയ്യത്തൊന്ന് വെട്ടിയെടുത്താൽ മതിയല്ലോ വാഴയിൽ നിന്ന്. എന്നിട്ട് നമ്മൾ തീയിൽ അതൊന്ന് ചെറുകെ വാട്ടിയതിന് ശേഷം ആ ഭാഗം നടുക്കേണ്ട കട്ടിയുള്ള ഭാഗം തീയിലൊന്ന് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് അവിടെ കട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ വാഴയിൽ പൊതിച്ചോറ് കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ അവിടെ വെച്ച് പൊട്ടിപ്പോരും. ഇപ്പോൾ ഈ ഇല തന്നെ പൊട്ടാൻ സാധ്യതയുണ്ട്, കാരണം ഇതിനൊരു ഒരു സൈഡിൽ നിന്ന് കീറിയിട്ടുണ്ട് കുറച്ച് ഇപ്പോഴേ. അപ്പോൾ നമ്മുടെ ആ നടുക്ക് ഭാഗം നന്നായിട്ട് തീ കുറച്ചിട്ട് അതൊന്ന് ചൂടാക്കണം. എന്നിട്ട് മേളിൽ നിന്ന് കനം കുറഞ്ഞ ഭാഗത്തുനിന്ന് കട്ടിയുള്ള ഭാഗത്തോട്ട് ഇതുപോലെ നമ്മളിങ്ങനെ ഇല കീറി പോവാതെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ ലൈറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അകത്തോട്ട് കയറി പോകരുത്. എന്നിട്ട് നമ്മുടെ വാഴയില എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തിനകത്ത് ചോറ് നന്നായിട്ട് എടുത്ത്, നല്ല വെന്ത ചോറായിരിക്കണം. ചോറെടുത്ത് ഞാൻ എൻ്റെ കൂടെ 2 മുളകും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ചോറെടുത്ത് വെച്ചേക്കണം. എന്നിട്ട് നമ്മളതിനെ ഇപ്പം പൊതിച്ചോറ് കെട്ടാൻ പോവാണ്. അതിനായിട്ട് ഈ വാഴയില എടുക്കുമ്പോൾ അതിനടിയിൽ നമ്മൾ പൊതിയാനായിട്ടുള്ള പേപ്പറും കൂടെ അതിൻ്റെ അടിയിലോട്ട് ഇതുപോലൊരു ഷീറ്റ് പേപ്പർ വെച്ച് കൊടുക്കണം. എന്നിട്ട് വാഴയില അതിൻ്റെ മുകളിലിട്ട് കൊടുക്കണം. വാഴയില മുകളിലിട്ട് കൊടുത്തതിന് എന്നിട്ട് നമ്മൾ ചോറ് നമ്മൾ എടുത്തിട്ടുണ്ടൊരു പാത്രത്തിൽ അതിനെ അകത്തോട്ട് ആ വാഴയിലേക്ക് അകത്തോട്ട് ഇങ്ങനെ പൊത്തി വെക്കുകയാണ്. അങ്ങനെ തന്നെ ഇരിക്കണം. അങ്ങനെയൊന്നും ഇരിക്കത്തില്ല. നമ്മളിപ്പോൾ എല്ലാം വെക്കുമ്പോൾ എല്ലാം വെളിയിൽ വരും. അല്ലാതെ നമ്മളിതിനകത്ത് കറിയായിട്ടുള്ള സാധനങ്ങളൊന്നും ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കല്ല. ചിലർ സാമ്പാറൊക്കെ ഒഴിക്കുമെന്നൊക്കെ പറഞ്ഞ് സാമ്പാറൊന്നും ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും ശരിയാവത്തില്ല. കറിയായിട്ടുള്ളതൊന്നും ഇതിനകത്ത് ചേരത്തില്ല പൊതിച്ചോറിന്. അപ്പോൾ നമ്മൾ ഇതുപോലൊന്ന് പൊത്തി ഇങ്ങനെ നന്നായിട്ട് ഇലയൊക്കെ വെച്ച് ഒന്ന് ചോറിനെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഓരോ ഐറ്റവും അതിനകത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ചോറിനെല്ലാം നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്കോട്ട് നമുക്ക് നമ്മുടെ മെഴുക്കുവരട്ടി വെച്ച് കൊടുക്കാം. ആദ്യം മെഴുക്കുവരട്ടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചമ്മന്തി വെച്ച് കൊടുക്കണം. അപ്പം മെഴുക്കുവരട്ടിയൊക്കെ ആവശ്യത്തിനുള്ളത് വെച്ച് കൊടുക്കുക. അതിൻ്റെ മേളിലോട്ട് സൈഡിലോട്ടും ഒക്കെ ആയിട്ട് വെച്ച് കൊടുക്കുക. നമ്മുടെ പൊതിച്ചോറിനെ തുറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മേളിലെല്ലാം ഇതിങ്ങനെ ഇരിക്കണം. അതാണ് പൊതിച്ചോറിൻ്റെ കറക്റ്റ് പാകം. നമ്മുടെ ചമ്മന്തി അതുപോലെ വെച്ച് ചമ്മന്തി ഒരു സൈഡിലോട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇനി എന്താണ് നമുക്ക് മീനൊക്കെ ഉണ്ട് അതാക്കി കൊടുത്തു കഴിഞ്ഞാൽ വാഴയിൽ നല്ല വാടിയിരിക്കില്ല, അപ്പോൾ നല്ല സെറ്റായിരിക്കും. എന്നിട്ട് നമ്മൾ ആ മീൻ വറുത്തത് ഒരു കഷ്ണത്തിനകത്ത് വെച്ച് കൊടുക്കുക.
ഇതിപ്പം സൈഡ് ഇപ്പോൾ ഇച്ചിരി കീറിയിട്ടുള്ള ഇലയാണ്. അത് കാരണം മീനിൻ്റെ വാല് കൊള്ളുമ്പം തന്നെ അതൊന്ന് കീറി വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ കടുമാങ്ങ ഇച്ചിരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, ഒരു സൈഡിലോട്ട് അതും വെച്ച് കൊടുക്കുക. അതൊക്കെ അങ്ങോട്ട് ഉച്ചയൊക്കെ ആകുമ്പോഴും നമ്മളിതങ്ങോട്ട് തുറക്കുമ്പോഴത്തേക്കിന് അതൊക്കെ അങ്ങോട്ട് പിടിച്ചിരിക്കുക ചോറിനകത്ത്. കടുമാങ്ങയുടെ ഗ്രേവിയും ചമ്മന്തിയും മീൻ വറുത്തതിൻ്റെ അതെല്ലാം കൂടെ അതിനകത്ത്. പിന്നെ ഇതിനോട് ഒരു മുട്ടയും കൂടെ വെക്കാം. പക്ഷേ ഞാൻ മുട്ട വെച്ചിട്ടില്ല. മുട്ട ഒരെണ്ണം പൊരിച്ച് വെക്കാം വേണ്ടവർക്ക്. ഒരു മുളക്. മിക്കവാറും നമുക്കൊരു മെഴുക്കുവരട്ടി ഒരു ചമ്മന്തി ആയിരിക്കും സാധാരണ നമുക്ക് അതൊക്കെ തന്നു വിട്ടുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഇത്രയും ഓപ്ഷണലായിട്ട് വെക്കാം എന്നുള്ള ഓപ്ഷണലായിട്ട് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. എനിക്കിതിൽ 1-2 ഐറ്റം വെച്ചും ചെയ്യാം. നമുക്കൊക്കെ ഇത്രയും വിഭവമായിട്ടൊന്നും പണ്ടൊന്നും ഉണ്ടാക്കി തരാൻ രാവിലെ സമയമില്ലല്ലോ. പിന്നെ അങ്ങനെ അതുപോലെ പെതുക്കെ അങ്ങനെ അകത്തോട്ടരയിൽ വെച്ച് പെതുക്കെ അതിനെ അങ്ങനെ തന്നെ നമ്മൾ പൊതിഞ്ഞെടുക്കണം. അല്ലാതെ പരത്തി ഒന്നും പൊതിയല്ല. നമ്മുടെയൊക്കെ എന്ത് ഒതുങ്ങിയ പൊതിയായിരുന്നു പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ തന്നുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ കണ്ടോ എൻ്റെ ഇല ഇടിച്ചിരി അവിടെ കീറിയതായിരുന്നു കിട്ടിയപ്പോഴേ. എന്നിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ നന്നായിട്ട് പൊതിഞ്ഞ് എടുത്ത് നമ്മൾ പേപ്പറിൽ പൊതിഞ്ഞ് നമ്മളൊരു കുറച്ച് നേരം ഒരു 3 മണിക്കൂറെങ്കിലും നമ്മൾ രാവിലെ 7 മണിക്കൊക്കെ അന്നേരം കൊണ്ടുപോയിക്കൊണ്ടിരുന്നല്ലേ നമ്മൾ. അപ്പോൾ എത്ര നേരം ഇരിക്കുമ്പോഴും എന്തൊരു മണമായിരിക്കും അത് തുറക്കുമ്പോഴത്തേക്കിന്. അപ്പോൾ നമ്മൾ രാവിലെ ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം ഉച്ചയാകുമ്പോഴത്തെ കഴിച്ച് നല്ല ഒരു മണമൊക്കെ ആയിരിക്കും നമ്മുടെ പഴയ ആ ഒരു ഓർമ്മകൾ. അപ്പോൾ അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പൊതിഞ്ഞ് കെട്ടി അതിനെ തന്നെ വെച്ച് റബ്ബർ ബാൻഡ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. പേപ്പർ വെച്ച് തന്നെ നമ്മളിങ്ങനെ പൊതിഞ്ഞ് റെഡിയാക്കി വെച്ച് ഒതുക്കി ഒരു സൈഡിലോട്ട് വെക്കുക. അതോടൊപ്പം നമ്മളൊരു ഡബ്ബയ്ക്കകത്ത് കുറച്ച് മോരുകറിയും കൂടെ ഒഴിച്ച് വെക്കണം. മോരുകറിയൊക്കെ ഉണ്ടെങ്കിൽ വെക്കുക. ഇപ്പോൾ ചിലർക്കൊക്കെ നല്ല ഇച്ചിരി മോരുകറിയൊക്കെ ആവശ്യമായിട്ടുള്ളവരുണ്ട്. അങ്ങനെയുള്ളവർ ഈ ചെറിയ ഡബ്ബയിലൊക്കെ പണ്ട് സ്കൂളിൽ കൊണ്ടുപോയിരുന്നില്ലേ. അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ്. അങ്ങനെ നമ്മൾ പൊതിച്ചോറിനെ തുറന്ന് നമ്മൾ നോക്കുകയാണ് എങ്ങനെയുണ്ട് സാധനമെന്ന്. അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അതെല്ലാം വെച്ചത് അതേപടി ഇരിപ്പുണ്ട്. അങ്ങനെ ഇരിപ്പുണ്ട്. ആ മീനൊക്കെ ആ വെച്ച ഭാഗം അതേപടി ആ മീനിൻ്റെ മസാല എല്ലാം അത് പിടിച്ചിരിപ്പുണ്ട്. ഇങ്ങനെയാണ് പൊതിച്ചോറെന്ന് പറയുന്ന സംഭവം. മനസ്സിലായി? ഇതിൻ്റെ കൂടെ ഒരു മുട്ട പൊരിച്ചതും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, ഇത് രാജാവാണ് ഈ വന്ന കാലത്ത്. അപ്പം അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള പൊതിച്ചോറ് ഇച്ചിരി മോരുകറിയൊക്കെ അങ്ങോട്ട് ഒഴിച്ച് വായിക്കൂടെ വെള്ളം വരുന്നു. മോരുകറിയൊക്കെ അങ്ങോട്ട് ഒഴിച്ച് നമ്മുടെ അതിനകത്ത് മോരുകറി ഒന്ന് കുലുക്കി എടുക്കേണ്ടതായിരുന്നു, എടുക്കാൻ പറ്റില്ല. അങ്ങനെ മെഴുക്കുവരട്ടിയൊക്കെ ഇച്ചിരി അങ്ങോട്ട് ഒഴിച്ച് മെഴുക്കുവരട്ടിയൊക്കെ ഇച്ചിരി അങ്ങോട്ട് എടുത്ത് കടുമാങ്ങയും ഇച്ചിരി ചമ്മന്തിയും പിന്നെ ഒക്കെ അങ്ങോട്ട് എടുത്തൊരു മീനിൻ്റെ കഷ്ണത്തെ ഒന്ന് ഇച്ചിരി അടർത്തി എടുത്തതിന് ശേഷം ഉരുട്ടി വയലോട്ട് വെക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ആ പഴയ സ്കൂളിൻ്റെ ഓർമ്മകൾ ഇങ്ങനെ അയവിറക്കും. അങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പൊതിച്ചോറാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻസും പറയുക. താങ്ക്